രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പുതിയ പരാതി DGPക്ക് കൈമാറി KPCC. ബലാത്സംഗ കേസിൽ ഒളിവിൽ പോയ MLA വലിയ കുരുക്കിലേക്കാണ് പോകുന്നത്. രാഹുലിനെ പൂർണ്ണമായും കൈവിടാൻ കോൺഗ്രസ് ഒരുങ്ങുന്നു എന്നാണ് അറിയാൻ കഴിയുന്ന റിപ്പോർട്ട്. തിരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിക്കും മുന്നണിക്കും ഏറെ വിവാദമുണ്ടാക്കിയ ഡാമേജ് തീർക്കാൻ സസ്പെൻഷനിലുള്ള രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയേക്കും എന്നാണ് അറിയാൻ കഴിയുന്ന റിപ്പോർട്ട്. ഇനി ഏറെ സാധ്യതയുള്ള ഒരു കാര്യം കോൺഗ്രസിന് ചെയ്യാൻ അതുമാത്രമാണ്, രാഹുലിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുക എന്ന കാര്യം. ഈ വിഷയം കേരളം ഇന്ന് ഏറ്റെടുത്തിരിക്കുന്ന ചർച്ചയാണ്. പക്ഷേ ഒരു കാര്യം പറയാതെ വയ്യ, സൈബർ പോരാളികൾ രാഹുലിന് വേണ്ടി തലങ്ങും വിലങ്ങും പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു ഫോട്ടോ ഇടുന്ന ഒരാൾക്ക് ഇന്ന് കിട്ടുന്നത് തീയും ഫയറും തമ്പും എല്ലാമാണ്. അയാളാണ് ഹീറോ എന്ന മട്ടും പരിവേഷവുമാണ് അയാളുടെ സോഷ്യൽ മീഡിയ ടീമുകൾ ഉണ്ടാക്കിയെടുക്കുന്ന പരിവേഷം. ഇതിലുണ്ടാവുന്ന ഒരു കാര്യമുണ്ട്, ഇരകൾ എന്നും ആക്രമിക്കപ്പെടുന്നവരായി മാറുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഈ വിഷയമാണ് ഇന്ന് എക്സ്ക്ലൂസീവ് ന്യൂസ് ചർച്ച ചെയ്യുന്നത്. പ്രിയ പ്രേക്ഷകരെ, എക്സ്ക്ലൂസീവ് ന്യൂസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ വീണ്ടും ബലാത്സംഗ പരാതി ഉയർന്നതോടെ രാഹുലിനെ പൂർണ്ണമായും കൈവിടാനൊരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പുതിയ പരാതി ലഭിച്ചെന്ന വാർത്ത സ്ഥിരീകരിച്ച് KPCC നേതൃത്വം പരാതി DGPക്ക് കൈമാറിയിട്ടുണ്ട്. KPCCക്ക് പരാതി ലഭിച്ചത് ഇന്നലെ ഉച്ചയോടെയാണ്. ഇതോടെ രാഹുലിനെതിരെ കൂടുതൽ നടപടികളിലേക്ക് കടക്കാനാണ് KPCCയുടെ ആലോചനയും. KPCC അധ്യക്ഷനാണ് പെൺകുട്ടിയുടെ പരാതി ലഭിച്ചിരിക്കുന്നത്. നേരത്തെ പരാതി വന്നതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തിരുന്നു. വീണ്ടും പരാതി വന്നതോടെ പുറത്താക്കാനുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് സൂചന. പരാതിയിൽ കോൺഗ്രസിന് നടപടിയെടുക്കാതെ മുന്നോട്ട് പോകാനാവില്ലെന്ന തിരിച്ചറിവിലാണ് പാർട്ടി ഈ പരാതി DGPക്ക് കൈമാറിയിരിക്കുന്നത്. നിലവിലൊരു ബലാത്സംഗ പരാതിയിൽ അന്വേഷണം നടക്കുന്നതിനിടെയാണ് അടുത്ത പരാതി KPCCക്ക് ലഭിച്ചത്. അതിഗുരുതരമായ ആരോപണങ്ങളാണ് കത്തിൽ രാഹുലിനെതിരെ ഉന്നയിച്ചിരിക്കുന്നതും. KPCCക്ക് പരാതി അയച്ചതിന് പിന്നാലെ പെൺകുട്ടി മാധ്യമ സ്ഥാപനങ്ങൾക്കും പരാതി കൈമാറിയിരുന്നു. ക്രൈംബ്രാഞ്ചിനോട് രാഹുലിൽ നിന്ന് നേരിട്ട് പീഡനത്തിന്റെ വിശദാംശങ്ങൾ വെളിപ്പെടുത്തിയതായും പെൺകുട്ടി പരാതിയിൽ പറയുന്നുണ്ട്. രാഹുലിന്റെ കൂട്ടാളിയായ ഫെനി നൈനാൻ ബലാത്സംഗത്തിന് കൂട്ടുനിന്നതായും കത്തിൽ പരാമർശമുണ്ട്. ബലാത്സംഗ കേസിൽ ഒളിവിൽ പോയ MLAക്കായി തിരച്ചിൽ ഇന്നും തുടരുകയാണ്. മറ്റൊരു യുവതി കൂടി സമാന ആരോപണവുമായി രംഗത്തെത്തിയത് കോൺഗ്രസിനെ ഏറെ പ്രതിസന്ധിയിലാക്കി. വിവാഹ വാഗ്ദാനം നൽകി ബലാത്സംഗം ചെയ്തു എന്നാണ് യുവതിയുടെ പരാതിയിൽ പറയുന്നത്. ഗർഭം ധരിക്കാൻ രാഹുൽ നിർബന്ധിച്ചതായും ജീവഭയം കാരണമാണ് ഇക്കാര്യം പോലീസിൽ പറയാതിരുന്നതെന്നും 23-കാരിയുടെ പരാതിയിൽ പറയുന്നു. ലജ്ജിക്കണം കേരളം. സാമൂഹിക മാധ്യമത്തിലൂടെയാണ് രാഹുലിനെ പരിചയപ്പെട്ടത്. കുടുംബത്തിന്റെ അനുമതിയോടെ വിവാഹത്തിന് തയ്യാറാണെന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. തുടർന്ന് സംസ്ഥാനത്തിന് വെളിയുള്ള തന്നെ കേരളത്തിലേക്ക് വിളിച്ചു വരുത്തി നേരിട്ട് പരിചയപ്പെടാൻ എന്ന് പറഞ്ഞ് ഹോം സ്റ്റേയിൽ എത്തിച്ച് തുടർന്ന് ഹോം സ്റ്റേയിൽ വെച്ചായിരുന്നു പീഡനമെന്നും പരാതിയിൽ വ്യക്തമായി പറയുന്നു. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉറ്റ സുഹൃത്തായ ഫെനി നൈനാന്റെ പേരും പരാമർശിക്കുന്നുണ്ട്. ഇരുവരും ചേർന്നാണ് തന്നെ ഹോം സ്റ്റേയിലേക്ക് വിളിച്ചു വരുത്തിയതെന്നും പരാതിയിൽ പറയുന്നു. തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ബലം പ്രയോഗിച്ച് കീഴ്പ്പെടുത്തി ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായി. ശ്വാസമുട്ടൽ അനുഭവപ്പെട്ടു. മരുന്ന് നൽകിയ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ വീണ്ടും പീഡിപ്പിക്കുന്നു. അതാണ് പരാതിയിലെ പ്രസക്ത ഭാഗവും. ഇതിനുശേഷം താൻ ആരെയും വിവാഹം കഴിക്കില്ലെന്നും സൗഹൃദം നിലനിർത്തി പോകാനാണ് താൻ ഉദ്ദേശിക്കുന്നതെന്നും ആഗ്രഹിക്കുന്നതെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. മാനസികമായി തകർന്ന തന്നോട് ഗർഭം ധരിക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ ആവശ്യപ്പെട്ടതായും പരാതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. പീഡനത്തെ തുടർന്ന് തനിക്ക് നിരവധി മുറിവുകൾ ഉണ്ടായി. സ്ത്രീ വിരുദ്ധനായ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇനി ജനങ്ങളുമായി ഇടപെടാൻ അനുവദിക്കരുതെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടാണ് പരാതി അവസാനിക്കുന്നത്. തന്റെ ദുരനുഭവം സംബന്ധിച്ച വിവരങ്ങൾ സംസ്ഥാന ക്രൈംബ്രാഞ്ചിന്റെ കൈവശവുമുണ്ട്. തന്റെ പരാതിയിൽ സംശയമുണ്ടെങ്കിൽ ക്രൈംബ്രാഞ്ചുമായി ബന്ധപ്പെടാവുന്നതാണെന്നും യുവതി വ്യക്തമായി പറയുന്നു. ഇത്തരത്തിൽ സ്വന്തം രാഷ്ട്രീയം ഉപയോഗിച്ച് നിരവധി സ്ത്രീകളെ മാനഭംഗപ്പെടുത്താനും പീഡിപ്പിക്കാനും തയ്യാറാവുന്ന പാലക്കാട്ടെ MLA രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രണ്ടാമത്തെ മുഖമാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തുതന്നെയായാലും ഇന്ന് കോടതിയിൽ ജാമ്യം അനുവദിക്കില്ല എന്ന ഉറച്ച വിശ്വാസത്തിലാണ് കേരള സമൂഹമുള്ളത്. ഇയാൾക്ക് ജാമ്യം അനുവദിക്കരുത് എന്ന നിലപാടിൽ തന്നെയാണ് പ്രോസിക്യൂഷനും മുന്നോട്ട് പോകുന്നത്. നന്ദി, നമസ്കാരം. നാഷൻ ന്യൂസ് ലൈവ്, സത്യം, ചരിത്രം, വർത്തമാനം.